അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഫോട്ടോ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളുടെ ഗൂഗിളിലോ ക്രോമിലോ നമ്മൾ ChatGPT എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഗിബിലൊക്കെ ചെയ്തില്ലേ അതുപോലെ ChatGPT എടുക്കുക. ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തൊരു ഫോട്ടോ നമ്മുടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഒന്ന് പേസ്റ്റ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇമേജിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാനത് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി അഡീഷണലായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം എന്തെങ്കിലും അഡീഷണലായിട്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് മീൻസ് ഇപ്പം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ടീഷർട്ട് വേണമെങ്കിൽ ടീഷർട്ട്, പിന്നെ വേറെ എന്തെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ജിം ബോഡി എന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏത് രീതിയിലും നമുക്കത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ബാക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിൽ അപ്പം വേറെ ഏതെങ്കിലും പാറ്റേണോ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് കൊടുക്കുകയാണ്. ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ വന്നിട്ടില്ല, നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ബ്ലാക്ക് സൂട്ട്, ബാക്ക്ഗ്രൗണ്ട് റെഡ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്യാം. എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.